അല്ലെങ്കിൽ LDF എന്ന് പറയുന്ന ഒരു പാർട്ടി മുകേഷിനെ ചേർത്ത് പിടിക്കുകയും UDFന്റെ ഭാഗത്തേക്ക് ഒരു വിഷയം വന്നപ്പോൾ ഇവരെ ആഞ്ഞടിക്കുകയും ആക്രോശിക്കുകയും ചെയ്തുകൊണ്ട് ഇവർക്ക് ഈ രാഹുലിന്റെ വീടിനെതിരെ അതിക്രമം അഴിച്ചു വിടുക, ഇങ്ങനെയൊക്കെയാണ് DYFഐയും പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മുകേഷിനെതിരെ നിങ്ങൾ സ്വീകരിച്ച നിലപാടെന്താണ്? വേടനെ നിങ്ങൾ ചേർത്ത് പിടിച്ചു. വേടൻ ഈ സമൂഹത്തിൽ ആവശ്യമാണെന്ന് മനസ്സിലാവുന്നതുകൊണ്ടും ജനങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടും വരുന്ന ഇലക്ഷനിൽ വേടന്റെ പേര് പറഞ്ഞുകൊണ്ട് വോട്ടിൽ കൂടി ജയിക്കാമെന്നുള്ളൊരു ഐഡിയോളജി നിങ്ങളുടെ ഉള്ളിലുള്ളത് കൊണ്ടും നിങ്ങൾ വേടനെ ചേർത്ത് പിടിച്ചു. സോ അതുകൊണ്ട് നിങ്ങൾക്ക് വേടനെ വേണമായിരുന്നു. പക്ഷെ രാഹുലിന്റെ വിഷയത്തിലേക്ക് വന്നപ്പോൾ വട്ടം ചേർന്ന് നിന്നുകൊണ്ട് ആ രാഹുലിനെ ആക്രമിക്കുകയാണ്. അപ്പോൾ മുകേഷിനെതിരെ എന്തുകൊണ്ട് ഒരു നിലപാട് സ്വീകരിച്ചില്ല? മുകേഷിനെതിരെ ഒരു തരത്തിൽ നിന്നും മുകേഷിന്റെ MLA സ്ഥാനം രാജിവെപ്പിക്കാനോ മുകേഷിനെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്താനോ ഒന്നും സ്ത്രീകൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയുന്ന നമ്മുടെ ഈ പറയുന്ന ഇടതുപക്ഷ സർക്കാർ നിലകൊണ്ടില്ല. അതേസമയം UDF ചെയ്തൊരു കളിയുണ്ട്. അതായത് ഇലക്ഷനെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇവരെല്ലാം കളിക്കുന്നത്. ഈ UDF ചെയ്തത് ഈ ആരോപണം ഉണ്ടായപ്പോൾ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ ഈ ഒരു